സഹദേവന്റെ സ്വരം വിഷാദം നിറഞ്ഞതായിരുന്നു. എൻ്റെ അമ്മയാണ് എൻ്റെ ദൗർബല്യം. കുന്തി പുത്രന്മാരാണെന്ന് പരിചയപ്പെടുത്തുന്നതിൽ നാം അഭിമാനം കൊള്ളുന്നു. കുന്തി ദേവിയുടെ മാതൃസ്നേഹം അതുല്യമാണ്. എന്നാൽ ഞങ്ങളെ പ്രസവിച്ച പാണ്ഡുഭഗ്നിയായ മാദ്രയുടെ നാമം ക്രമേണ വിസ്മൃതിയിലായിത്തീരും. ഒരിക്കൽ ചരിത്രത്തിൽ പോലും സ്ഥാനമില്ലാതെയായി പോവും. ഈ ദുഃഖം കൂടെ കൂടെ എന്നെ അലട്ടുന്നു. മാതാപിതാക്കന്മാരുടെ സ്മരണ ശാശ്വതമാക്കേണ്ടത് പുത്രന്മാരുടെ കർത്തവ്യമാണ്. എൻ്റെ ഈ ദൗർബല്യം സ്വാഭാവികമല്ലേ? കൃഷ്ണന്റെ നിർമ്മലമായ ചിരി മുഴങ്ങി. നിങ്ങളെല്ലാവരും നിസ്സങ്കോചം സത്യം പറഞ്ഞു. നിങ്ങളുടെ മുഖം കണ്ണാടി പോലെ തിളങ്ങുന്നു. എനിക്ക് അതിയായ ആനന്ദമുണ്ട്. ഇനി അർജുനന്റെ സാരഥിയാകുവാൻ എതിർപ്പൊന്നുമില്ലല്ലോ വാസുദേവ? ഭീമൻ ചോദിച്ചു. കൃഷ്ണൻ മന്ദഹസിച്ചുകൊണ്ട് എന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴേ എങ്ങനെ പറയും? നിങ്ങളുടെ സഹധർമ്മിണി ദ്രൗപദി ഒന്നും പറഞ്ഞില്ലല്ലോ. മായ എനിക്ക് വേണ്ടി സംസാരിച്ചു. മഹാറാണി കൃഷ്ണയെ ഇതിലെന്തിനു വഴിച്ചിരിക്കണം? അവർ ഒരു സ്ത്രീയാണെന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടി? സ്ത്രീകളുടെ മനസ്സിലെന്ത് എപ്പോൾ ഉണ്ടാകുമെന്ന് വലിയ നിശ്ചയമുണ്ടോ? എല്ലാ വികാരങ്ങളും എല്ലാവരും കേൾക്കെ പറയുവാൻ കഴിയുമോ? ഭർത്താവിൻ്റെ മുൻപിൽ വെച്ച് ഏതെങ്കിലും സ്ത്രീക്ക് അങ്ങനെ സംസാരിക്കുവാൻ പറ്റുമോ? കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മായി, നീ എല്ലാ കാര്യത്തിലും നാക്കിട്ടടിക്കുന്നു. കൃഷ്ണയ്ക്കും കൃഷ്ണനുമിടയിൽ ഒരു തടസ്സമായി വരുന്നത് എന്തിന്? എൻ്റെ സഹോദരി ഉൾപ്പെടെ അർജുനൻ്റെയും മറ്റു പാണ്ഡവന്മാരുടെയും മറ്റു ഭാര്യമാരെ പോലെ ഒരു സാധാരണ സ്ത്രീയാണോ ദ്രൗപദി? അവർ സുന്ദരി എന്ന പോലെ തന്നെ വിദുഷിയും സാധ്വിയുമാണ്. പതിവ്രതയുടെ മനസ്സ് സൂര്യപ്രകാശം പോലെ നിർമ്മലിതമാണ്. പതിവ്രതയുടെ മനസ്സാകുന്ന ദർപ്പണത്തിൽ ഭർത്താവിൻ്റെ അല്ലാതെ മറ്റൊരു പുരുഷന്റെ നിഴൽ പോലും പതിയുകയുമില്ല. മനസ്സ് തുറക്കുന്നതിനെ കൃഷ്ണമടിക്കുന്നത് എന്തിന്? അവരുടെ അന്തസ്സുവർദ്ധിക്കും. ഞാനും പാണ്ഡവപക്ഷത്ത് നിലനിൽക്കുവാൻ സമ്മതിക്കും. അന്തസംഘർഷത്തിൽപ്പെട്ട് ഞാൻ ചിന്തിച്ചു. ചില സമയത്ത് കൃഷ്ണൻ ആപത്കാരിയുമാണ്. അടുത്ത പ്രഭാതത്തിൽ മഹായുദ്ധം തുടങ്ങും. എൻ്റെ ഭർത്താക്കന്മാർ ഈ സമയത്ത് ചഞ്ചല ചിത്തരും ഉദ്വിഗ്രരുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിനുള്ളിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ അസ്ഥിരത കൊടുങ്കാറ്റായി മാറിയേക്കാം. പ്രക്ഷുബ്ധമായ മനസ്സുമായി അവർ യുദ്ധത്തിന് പോകുന്നത് ശരിയാണോ? എൻ്റെ മനസ്സിൻ്റെ ദൗർബല്യം തുറന്നു പറയുവാൻ എനിക്ക് മടിയില്ല. എന്നാൽ ഈ സമയത്ത് ബുദ്ധിപൂർവ്വം മറുപടി പറയേണ്ടിയിരിക്കുന്നു. കൃഷ്ണൻ കൂടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം ഭർത്താക്കന്മാരുടെ മനസ്സ് സ്ഥിരവും ശാന്തവുമായി തീർത്തേണ്ടി വരും. എൻ്റെ കർത്തവ്യമാണത്. എത്ര വിഷമകരമായ ഒരു അവസ്ഥയാണ് പരമമിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഖി, എന്താണ് മൗനമാലോപിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൻ്റെ ദൗർബല്യം അത്യന്തം ഗുരുതരമാണോ? ഞാൻ എൻ്റെ ഭർത്താക്കന്മാരെ നിർമ്മല ഹൃദയത്തോടെ സ്നേഹവായ്പോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണൻ അന്തരാമിയാണെന്ന് കുന്തി ദേവി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഉള്ളിലുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. അദ്ദേഹം ഗർവജനാകണമെന്ന് കേട്ടിട്ടുണ്ട്. ആരുടെയും അഹങ്കാരം വെച്ച് പൊറുപ്പിക്കാറുമില്ല. കൃഷ്ണയുടെ അഹങ്കാരം ശമിപ്പിക്കുവാനാണ് ഈ നാടകമെന്ന് മനസ്സിലായി. കൃഷ്ണയുടെ മനസ്സ് കൃഷ്ണൻ അറിയാത്തതല്ല. എങ്കിലും എൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എല്ലാവരും ഉത്സുകരായി നോക്കി നിന്നു. മായ പുഞ്ചിരിച്ചു കൊണ്ട് നിന്നു. കൃഷ്ണൻ ഒന്നും അറിയാത്തവനെ പോലെ ഭാവിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ അനേകം ദൗർബല്യങ്ങളുണ്ട്. ഞാൻ ദേവിയല്ല, മനുഷ്യ സ്ത്രീയാണ്. എല്ലാം എണ്ണി എണ്ണി പറയുവാൻ തുടങ്ങിയാൽ മഹായുദ്ധത്തിൻ്റെ തുടക്കം തന്നെ നീണ്ടുപോകും. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില ദൗർബല്യങ്ങൾ മാത്രം വ്യക്തമാക്കാം. പ്രിയ ബന്ധുവായ മധുസൂദനാണ് എൻ്റെ ആദ്യത്തെ ദൗർബല്യം. എൻ്റെ നാമകരണ മുഹൂർത്തം മുതൽക്കേ അലൗകിക പുരുഷനായ കൃഷ്ണനുമായി കൃഷ്ണയ്ക്ക് ആദർശവും അലൗകികവും അവിച്ഛേദവുമായ ബന്ധമുണ്ടെന്ന് തോന്നിയിരിക്കുന്നു. ആ ബന്ധത്തിൻ്റെ പേരെന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ കൃഷ്ണൻ അറിയാമായിരിക്കും. എൻ്റെ ഹൃദയത്തിലെ രണ്ടാമത്തെ ദൗർബല്യം കുന്തി ദേവിക്കുള്ള ദൗർബല്യം തന്നെ. അതെന്താണ്? കൃഷ്ണൻ ഒന്നും അറിയാത്ത കുട്ടിയെപ്പോലെ ചോദിച്ചു. ഞാൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു, കുന്തി പുത്രന്മാരാണ് എൻ്റെ രണ്ടാമത്തെ ദൗർബല്യം. എൻ്റെ സ്ത്രീ ഹൃദയത്തിൻ്റെ സംവേദനശീലം കുന്തി പുത്രന്മാരെ കവിഞ്ഞു പോയിട്ടില്ല. കുന്തി ദേവിയുടെ ദുഃഖവും ദൗർബല്യവുമാണ് അവരുടെ പുത്രന്മാർ. പുത്രന്മാർ കാരണം ജീവിതം മുഴുവൻ അവർ ദുഃഖമനുഭവിക്കുന്നു. അമ്മയുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ജ്യേഷ്ഠ കുന്തി പുത്രൻ മുതൽ കനിഷ്ഠ കുന്തി പുത്രൻ വരെ എല്ലാവരും എൻ്റെ മനസ്സിൽ ആകർഷണമുണ്ട്. പ്രചണ്ഡമായ പൗരുഷത്തിന് മുന്നിൽ ഏത് സ്ത്രീയാണ് ദുർബലയാകാത്തത്? എന്നാൽ ആ ദൗർബല്യത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുടെയോ പ്രത്യാശയുടെയോ ചാഞ്ചല്യത്തിൻ്റെയോ സ്പർശനമില്ലെന്ന് കൃഷ്ണൻ അറിയാം. എൻ്റെ മൂന്നാമത്തെ ദൗർബല്യം തൃതീയ പാണ്ഡവനാണ്, അർജുനൻ. അദ്ദേഹം വീരനും വിനീതനുമാണ്. അതിനാൽ പാണ്ഡവന്മാർ എല്ലാ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിൻ്റെ ചുമലിൽ കയറ്റിവെക്കുന്നു. മറ്റു 4 പേരും അദ്ദേഹത്തിൻ്റെ മൗത്വത്തിൻ്റെ പങ്കുപറ്റുന്നു. ഇക്കാര്യം ചിന്തിച്ച് പലപ്പോഴും എൻ്റെ മനസ്സിൽ ക്ഷോഭം നിറയുന്നു. ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിക്കുന്ന ചുമതല അർജുനനിൽ നിക്ഷിപ്തമായപ്പോൾ സാധാരണ സ്ത്രീകളെപ്പോലെ ഞാനും ആലോചിച്ചു. 5 ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിക്കുന്ന ചുമതല 5 പാണ്ഡവന്മാർ പങ്കുവെച്ച് കൊടുക്കാഞ്ഞതെന്ത്? ഒരാളിൻ്റെ സാധനയുടെ ഫലം 4 പേരും അനുഭവിക്കുക. ഇതെന്ത് ന്യായം? ഇതെൻ്റെ സങ്കുചിത മനോഭാവമായിരിക്കാം. പഞ്ചപാണ്ഡവന്മാരെ ഒരുമിച്ച് നിർത്തുവാൻ ജീവിതം ബലിയർപ്പിച്ചു. എന്നിട്ട് അർജുനനോടുള്ള പ്രേമത്താൽ അന്ധയായി ജീവിതം അവരുടെ ഇടയിൽ ഭേദചിന്തയുളവാകുന്ന കാര്യം ചിന്തിക്കുന്നു.
അടുത്ത നിമിഷത്തിൽ പശ്ചാത്തപിച്ച് സ്വയം നിന്ദിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദൗർബല്യം ഭർത്താക്കന്മാരുടെ മുൻപിൽ തുറഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ പ്രാണപ്രിയനായ അർജുനൻ്റെയും കണ്ണുകൾ നിറഞ്ഞത് കണ്ടു. ദൗർബല്യം പ്രകടിച്ചതുമൂലം എൻ്റെ ജീവിതം ധന്യമായി. ഞാൻ മനസ്സാ കൃഷ്ണനോട് നന്ദി പറഞ്ഞു. കൃഷ്ണൻ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന നോട്ടത്തോടെ പറഞ്ഞു. കൃഷ്ണ ധന്യയാണ്. കാര്യങ്ങൾ പറയുന്നതിൽ കൃഷ്ണനെ പോലും തോൽപ്പിച്ചു കളഞ്ഞു. ജ്യേഷ്ഠകുന്തി പുത്രൻ മുതൽ കനിഷ്ഠകുന്തി പുത്രൻ വരെ എല്ലാവരോടും ആകർഷണമുണ്ടെന്ന് പറഞ്ഞ് ഹൃദയനാരുമെല്ലാം പ്രകാശിപ്പിച്ചല്ലോ. ഈ പ്രസ്താവനയെക്കുറിച്ച് യുദ്ധം സമാപിച്ച ശേഷം ഞാൻ വിശദീകരിച്ച് പറയാം. പാണ്ഡവന്മാരും എൻ്റെ തുറന്ന സംസാരത്തിൽ സന്തുഷ്ടരായി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, പരമപുരുഷനായ കൃഷ്ണന് മറ്റുള്ളവരുടെ ദൗർബല്യങ്ങൾ അന്വേഷിച്ചറിയണമെന്ന താല്പര്യമേ ഉള്ളൂ. അങ്ങയ്ക്കൊരു ദൗർബല്യവുമില്ലേ? യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ള ഈ പുണ്യമുഹൂർത്തത്തിൽ മനസ്സ് നിർമ്മലമാക്കിയാലും. ഭീമൻ കൈകൊട്ടിച്ചിരിച്ചു. കൃഷ്ണനെ കൊണ്ട് കാര്യം നടത്തിക്കുവാനുള്ള കഴിവ് കൃഷ്ണയ്ക്കേയുള്ളൂ. പറയൂ കൃഷ്ണ, അങ്ങയുടെ ദൗർബല്യം എന്താണ്? കൃഷ്ണൻ ലജ്ജിച്ചു പോയി. അതേ ഭാവത്തിൽ പറഞ്ഞു, എൻ്റെ ദൗർബല്യം സ്വർഗ്ഗലോകത്തും മർത്യലോകത്തും പാതാളത്തിലോത്തുമെല്ലാം വ്യാപിച്ചിരിക്കുന്നു. അനന്തമായ ബ്രഹ്മാണ്ടത്തോടൊപ്പം കളിക്കുന്നതാണ് എൻ്റെ ദൗർബല്യം. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാണ് ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നവരെ ആപത്തിൽപ്പെടുത്തും. കൃഷ്ണൻ എൻ്റേതാണെന്ന് വിചാരിക്കുന്നവരുടെ അടുത്ത് ഞാൻ മായയായി വർത്തിക്കും. ഞാൻ കൃഷ്ണൻ്റേതാണെന്ന് വിചാരിക്കുന്നവരുടെ അടുത്ത് പണയപ്പണ്ടമായി വർത്തിക്കും. സൃഷ്ടിക്കുന്നത് തകർത്ത് കളയും. അതിലാണ് ആനന്ദം. ഭീമൻ കൈകൂപ്പി. മതി മതി കൃഷ്ണ, അങ്ങയുടെ ദൗർബല്യങ്ങളുടെ പട്ടിക കേൾക്കാൻ തുടങ്ങിയപ്പോഴേ മനസ്സ് ഞെരുങ്ങുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അങ്ങയുടെ സൃഷ്ടിയാണ് ഞങ്ങളുടെ ലോകം. അതിനെയും തകർത്താൽ. യുധിഷ്ഠിരൻ അദ്ദേഹത്തെ നമസ്കരിച്ചു. കൃഷ്ണന്റെ മുഖത്ത് അപൂർവമായ ജ്യോതിവലയം. നൈസർഗിക സൗന്ദര്യത്തിന്റെ ശോഭ ചിതർന്നു. ദർശിച്ചിട്ട് എല്ലാവിധ അശാന്തിയും ഉദ്വേഗവും അലിഞ്ഞരിഞ്ഞില്ലാതാകുന്നു. യുദ്ധത്തിന് മുൻപ് പാണ്ഡവന്മാർക്ക് ഇത് ആവശ്യമായിരുന്നു. കാലം അനന്തമാണ്, അജയ്യമാണ്. അതിൽ 18 ദിവസം എത്ര നിസ്സാരമാണ്. കണ്ണടച്ച് തുറക്കുന്നത് പോലെ 18 ദിവസം യുദ്ധത്തിന്റെ ഭയാനകതയിൽ അതിവേഗം കാലപ്രവാഹത്തിലൊഴുകിപ്പോയി. സമയസാഗരത്തിലെ 18 ദിവസത്തെ ആ ഒഴുക്ക് എല്ലാം ഒഴുകിക്കണം. എല്ലാം നശിച്ചു. മഹാകാലത്തിന്റെ മഹാസമുദ്രത്തിൽ കുരുക്ഷേത്ര യുദ്ധമെന്ന ചെറിയ തിര ഒഴുകിപ്പോയി. യുദ്ധം അവസാനിച്ചു. ഒരു ഭാഗത്ത് ദയനീയമായ പരാജയം, മറുഭാഗത്ത് വൻ വിജയം. വിജയം ഇത്ര ഭയങ്കരവും ദുഃഖകരവുമാകുമോ? ജനമാസഹരിതമായ വസുന്ധര. ശത്രുവിനെയും മിത്രത്തെയും പാപിയെയും പുണ്യാത്മാവിനെയും ജ്ഞാനിയെയും അജ്ഞാനിയെയും വീരനെയും ഭീരുവിനെയും യുവാവിനെയും വൃദ്ധനെയും പിതാവിനെയും സഹോദരനെയും ഗുരുവിനെയും ഭർത്താവിനെയും പുത്രന്മാരെയും മഹായുദ്ധം വിഴുങ്ങിക്കളയും. ഇനി ആർക്കു വേണ്ടിയാണ് വിജയമഹോത്സവം? ആരെയാണോ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് അവരെല്ലാം കാലൻ അപഹരിച്ചു കൊണ്ടുപോയി. എൻ്റെ പിതാവായ ദ്രുപദൻ, സഹോദരൻ ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ്റെ പുത്രന്മാർ, ബന്ധുവായ വിരാടനും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും, എൻ്റെ പ്രാണപ്രിയ പുത്രൻ അഭിമന്യു, മാറിടത്തിലെ മുറുകുപോലെ എൻ്റെ ഹൃദയത്തിലെ മൃദുഗൂഢപരമായ കർണൻ, ആര്യാവർത്തത്തിലെ രാജഭക്തരായ അസംഖ്യം പ്രജകൾ, ദേശഭക്തരായ യോദ്ധാക്കൾ, പുത്രൻ ഘടോൽക്കജൻ, ഈരാവാൻ, എൻ്റെ പ്രാണപ്രിയരായ 5 പുത്രന്മാർ എല്ലാവരും വധിക്കപ്പെട്ടു. നിരപരാധികളും കോമളന്മാരുമായ ശിശുക്കൾ യുദ്ധലോപരായ അന്ധന്മാരുടെ രക്തദാഹം ശമിപ്പിക്കുന്നതിനു വേണ്ടി പടയും പാണ്ഡവന്മാരുടെ 7 അക്ഷോഹണപ്പടിയും യുദ്ധഭൂമിയിലെ രക്തപ്പുഴയിൽ നിദ്രയിലമർന്നു. കൗരവപക്ഷത്തെ കൃതവർമ്മൻ, കൃപാചാര്യൻ, എൻ്റെ പുത്രന്മാരുടെ അന്തകനായ അശ്വത്ഥാമാവ്, പാണ്ഡവപക്ഷത്തെ 5 പാണ്ഡവന്മാർ, കൃഷ്ണൻ, സാത്വികി, ഇത്രയും പേരാണ് യുദ്ധാനന്തരം ജീവിച്ചിരുന്ന വീരന്മാർ. ദുഃഖവും സുഖവും ആശയും നൈരാശ്യവും കണ്ണു ചിമ്മുന്നത് പോലെ വരികയും പോവുകയും ചെയ്യുന്നു. യുദ്ധകാലത്തെ ഓരോ ദിവസവും ആവേശഭരിതമായിരുന്നു. ഒരു നിമിഷം സന്തോഷവർത്തമാനം കേൾക്കാം, അടുത്ത നിമിഷത്തിൽ ദുഃഖവാർത്തി. ധർമ്മമുള്ളിടത്ത് കൃഷ്ണനുണ്ടെന്നും കൃഷ്ണനുള്ളിടത്ത് വിജയമുണ്ടെന്നും എനിക്കറിയാമായിരുന്നു. വിജയം എൻ്റെ മുൻപിൽ കണ്ണുപൊത്തിക്കളി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്കിലും ആത്യന്തികമായി എനിക്ക് വിജയം വരിക്കുവാൻ കഴിയുമെന്ന് അറിയുമായിരുന്നു. സുഖവും സമൃദ്ധിയും ബഹുമാനവുമെല്ലാം എനിക്ക് ലഭിക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ ധർമാത്മാക്കളായ പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യയും ദൃഷ്ടദ്യുമ്നൻ്റെ സഹോദരിയും അഭിമന്യുവിൻ്റെ അമ്മയും കൃഷ്ണൻ്റെ സഖിയുമാണ്. എന്നാൽ വിജയം ഇങ്ങനെ സർവവും നഷ്ടപ്പെടുത്തുന്നത് തന്നെയാണെന്ന അറിവ് പുതിയത് തന്നെ. യുദ്ധം ചെയ്യുവാൻ ഞാൻ പാണ്ഡവന്മാരെ ഉത്സാഹിപ്പിച്ചു. എന്നാൽ രാജ്യവും ധനവും ഐശ്വര്യവും എനിക്ക് കാമ്യമായിരുന്നില്ല. അപമാനത്തിന് പകരം വീട്ടുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയുമായിരുന്നു എൻ്റെ ലക്ഷ്യം. അപമാനത്തിന് പകരം വീട്ടി കുറ്റവാളികളെ ശിക്ഷിച്ചു. എന്നിട്ട് എനിക്കെന്ത് കിട്ടി? ധർമ്മയുദ്ധത്തിൽ അപരാധികൾ ശിക്ഷിക്കപ്പെടും, നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നു? എൻ്റെ മകൻ അഭിമന്യു എൻ്റെ തെറ്റ് ചെയ്തു. അർജുനൻ്റെ സൗന്ദര്യവും ഗുണഗണങ്ങളും വീരത്വവും അവനിൽ നിറഞ്ഞിരുന്നു. അതിനാൽ അവനോട് അതിയായ മോഹവും സ്നേഹവും ഉണ്ടായിരുന്നു. ചക്രവ്യൂഹത്തിനകത്ത് പ്രവേശിക്കുവാൻ അവൻ അറിയാമായിരുന്നു, പുറത്തു കിടക്കുവാൻ അറിഞ്ഞുകൂടായിരുന്നു. കോമളനായ ഈ ബാലനെ സപ്തരഥികളോട് പോരാടുവാൻ യുധിഷ്ഠിരൻ അയച്ചത് എന്തിന്? ചക്രവ്യൂഹം ഭേദിക്കുവാനും അതിൽ പ്രവേശിക്കുവാനും പുറത്തിറങ്ങുവാനുള്ള വിദ്യ അറിയാമോ എന്ന് അയക്കുന്നതിന് മുൻപ് ചോദിച്ചതുമില്ല. എല്ലായ്പ്പോഴും ആപത്തിൽ ചെന്നു ചുടുന്നത് അർജുനനാണോ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരോ മാത്രം. യുധിഷ്ഠിരൻ ഏത് വസ്തുത കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് ഹൃദയമൊന്നില്ല. ധർമാത്മാക്കളായ പുരുഷന്മാർ നിഷ്ഠൂരന്മാരാണ്.
വിരാട നഗരിയിൽ താമസിക്കുന്ന കാലത്ത് ഉത്തരയെയും ഉത്തരനെയും മകളെപ്പോലെ സ്നേഹിച്ചിരുന്നു. എന്തെല്ലാം സുസ്വപ്നങ്ങൾ വരച്ചു കാട്ടിയാണ് ഉത്തരയെ വധുവായി കൂട്ടിക്കൊണ്ടുവന്നത്. ഉത്തരനും അയാളുടെ സഹോദരനും യുദ്ധത്തിൽ മരിച്ചു. കിശോരിയായ ഉത്തര ഗർഭിണിയായിരിക്കെ തന്നെ ഭർത്താവ് മരിച്ചു. എങ്ങനെ സമാധാനിക്കും? സുഭദ്ര വിധിയിൽ വിശ്വസിക്കുന്നവളാണ്. പാവം ഏകപുത്രൻ നഷ്ടപ്പെട്ടതോടെ അവൾക്ക് സംസാരശക്തി നഷ്ടമായി. ഉത്തര ഭ്രാന്തിയായി. അർജുനൻ ശോകമൂകയായി. യുധിഷ്ഠിരൻ നിർവികാരനും നിശബ്ദനുമായി. അഭിമന്യുവിൻ്റെ ദാരുണമായ വധം മനസ്സിനെ കീറി മുറിക്കുന്നു. 7 മഹാരഥന്മാർ ഒന്നു ചേർന്ന് ആ ബാലനെ വധിച്ചു. കൊലപാതകന്റെ നായകനും അഭിമന്യുവിൻ്റെ പേരപ്പനായ കർണൻ. അഭിമന്യുവിൻ്റെ മരണദുഃഖം എന്നെ തളർത്തി. കർണന്റെ മരണവാർത്ത കേട്ടാൽ അത് അല്പം കുറയുമെന്ന് വിചാരിച്ചു. താമസിയാതെ കർണന്റെ മരണവാർത്ത വന്നെത്തി. കർണന്റെ രഥചക്രം മണ്ണിൽ ആണ്ടുപോയിരിക്കുന്നു. അത് ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം എൻ്റെ ഭർത്താവായ അർജുനൻ നിരായുധനായ കർണനെ നിഗ്രഹിച്ചു. അർജുനൻ എന്താണ് ഇങ്ങനെ ചെയ്തത്? ധർമ്മക്ഷേത്രത്തിൽ നിരായുധനായ കുന്തിപുത്രനെ മറ്റൊരു കുന്തിപുത്രൻ വധിച്ചു. കർണന്റെ മരണവാർത്ത എൻ്റെ മനസ്സിൽ അഭിമന്യുവിൻ്റെ വിയോഗ ദുഃഖത്തിന് കുറവ് വരുത്തിയില്ല. നേരെ മറിച്ച് നിസ്സഹായാവസ്ഥയിൽ കർണനെ വധിച്ചതുമൂലം ദുഃഖം ഇരട്ടിയാവുകയാണ് ഉണ്ടായത്. കർണന്റെ മരണദുഃഖം വളരെ ക്ലേശത്തോടെ സഹിക്കേണ്ടി വന്നു. ദുശാസനവധം എൻ്റെ ദുഃഖം കുറയ്ക്കുമെന്ന് ഞാൻ കരുതി. ദുശാസനൻ വധിക്കപ്പെട്ടു. ദുശാസനന്റെ രക്തത്തിൽ കുളിക്കാമെന്ന അപമാനഭാരത്താൽ ഞാൻ പ്രതിജ്ഞയെടുത്തിരുന്നു. ഭീമൻ എൻ്റെ പ്രതിജ്ഞ നിറവേറ്റി. ഗത കൊണ്ട് ദുശാസനന്റെ തുടർന്നു. ദുഷ്ടനായ ദുശാസനന്റെ ചുടുരക്തം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് എൻ്റെ അഴിഞ്ഞുകിടന്ന തലമുടി കഴുകി. അപമാനഭാരത്താൽ ആളിക്കത്തിയിരുന്ന ഹൃദയത്തിൻ്റെ ജ്വാല കെട്ടണങ്ങി. പക്ഷെ എനിക്ക് ശാന്തി ലഭിച്ചില്ല. അഴിഞ്ഞുകിടന്ന എൻ്റെ മുടിയിടകളെ ആ ചെഞ്ചോര നനച്ചു. എൻ്റെ തോളിലും മുഖത്തും മനുഷ്യരക്തം പറ്റിപ്പിടിച്ചു. ചുടുചോരയുടെ മാംസഗന്ധത്താൽ എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഭീമത്സമായ ഉല്ലാസത്തിൽ മനസ്സിൻ്റെ മൃദുതമെല്ലാം ഭസ്മമായി. എന്നാൽ ഹൃദയത്തിലെ ജ്വാല കെടുന്നതിന് പകരം കൂടുതൽ ആളിക്കത്തുകയാണ് ചെയ്തത്. ദുശാസനന്റെ രക്തം ഹൃദയത്തിനെ ശാന്തമാക്കുമെന്ന് ഒരു കാലത്ത് വിചാരിച്ചിരുന്നു. ഇന്ന് തോന്നുന്നത് അങ്ങനെയല്ല. രക്തപാനം ഹിംസ്രജന്തുക്കളെ തൃപ്തിപ്പെടുത്തും. അല്പമെങ്കിലും മനുഷ്യത്വം അവശേഷിച്ചിട്ടുള്ളവർക്ക് മനുഷ്യരക്തം ചിന്തുന്നത് ശാന്തിദായകമാവുകയില്ല. എത്ര വലിയ പ്രതികാര ചിന്തയിൽ മുങ്ങിയാലും ഞാനൊരു സ്ത്രീ തന്നെയല്ലേ? മനുഷ്യരക്തം എനിക്കെങ്ങനെ ശാന്തി തരും? ഒരുതരം വൈവശ്യവും വിരക്തിയും ജീവിതത്തോടുള്ള തുച്ഛഭോവവും അമർത്തിയ പശ്ചാത്താപവും ദുഃഖവും മൂലം ഞാൻ തളർന്നു. ഭീമന്റെ വിശാലമായ ശരീരവും ദുശാസനന്റെ രക്തപ്രവാഹവും കണ്ട് ഞാൻ വിറച്ചുപോയി. മനുഷ്യനിൽ ഒളിച്ചിരുന്ന മൃഗത്തെ കണ്ട് ഞാൻ നടുങ്ങി. എൻ്റെ അഭിമന്യുവിൻ്റെയും എൻ്റെ അച്ഛൻ്റെയും സഹോദരൻ്റെയും എല്ലാം രക്തവും ഇതുപോലെ ചുവപ്പായിരുന്നുവല്ലോ. ഭൂമി ഒരിക്കലും രക്തപാനം കൊണ്ട് തൃപ്തിയാവുകയില്ല. അവൾ അമ്മയാണ്, വീരപ്രസുവാണ്. വീരന്മാരുടെ രക്തം കൊണ്ട് ഭൂമി കൂടെ നനയുന്നു. മനുഷ്യരുടെ ഇടങ്ങിയ സ്വാർത്ഥം കാരണം അവരുടെ വക്ഷത്തിൽ അവളുടെ രക്തം ഇറ്റിറ്റു വീണു. എന്നാൽ അവളുടെ ദുഃഖവും വേദനയും അന്ധനമായ മനുഷ്യൻ ഒരിക്കൽ പോലും മനസ്സിലാക്കിയില്ല. രക്തച്ചൊരിച്ചിൽ ആർക്കും ഒരിക്കലും ശാന്തി നൽകുകയില്ല. ഇന്ന് ദുശാസനന്റെ രക്തത്തിൽ കുളിച്ച സംഭവം ഇതാണെന്ന് പഠിപ്പിക്കുന്നത്. ഭീമൻ ഒരു കൈക്കുമ്പിൽ രക്തം കൊണ്ടുവന്ന് എൻ്റെ മടിയിൽ ഒഴിച്ചു. ഞാൻ ഉറക്കെ നിലവിളിച്ചു, മതിയാക്കൂ, എന്നെ ജീവിക്കുവാൻ അനുവദിക്കൂ, എന്നെ മറ്റേതെങ്കിലും ഭൂമിയിലേക്ക് കൊണ്ടുപോകൂ. നാഥ, എനിക്ക് സഹിക്കുവാൻ പറ്റില്ല. ദുശാസനന്റെ രക്തത്തിൽ എനിക്ക് അഭിമന്യുവിൻ്റെ രക്തത്തിൻ്റെ ഗന്ധം അനുഭവപ്പെടുന്നു. ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും രക്തത്തിന് ഒരു മാംസഗന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ രാക്ഷസിയാക്കരുതേ. ഞാൻ മോഹാലസ്യപ്പെട്ടു വീണു. ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ ശിബിരത്തിൽ കിടക്കുകയായിരുന്നു. എൻ്റെ തലയ്ക്ക് ആരോ ഇരിപ്പുണ്ട്. നെറ്റിയിൽ മൃദുസ്പർശം. കണ്ണുനീർ ഇറ്റിറ്റു വീണു. ചോരയുടെ മണം ഇപ്പോഴും എന്നെ അസ്വസ്ഥയാക്കുന്നുണ്ട്. കൃഷ്ണന്റെ ശബ്ദം കേട്ടു. സഖി, ധൈര്യമായിരിക്കൂ. ദുശാസനന്റെ പാപമോചനം, അന്യായത്തിന്റെ നാശം കാലത്തിന്റെ ധർമ്മമാണ്. ദുശാസനെ പോലെയുള്ള ദുഷ്ടന്മാരുടെ മരണം ഭൂമി പാപരഹിതയാക്കും. ഭൂമിയിൽ വീണ്ടും ധർമ്മം സ്ഥാപിക്കപ്പെടും. ഇതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. കാലം എൻ്റെ നിർദ്ദേശപ്രകാരമാണ് ദുഷ്ടസംഹാരം നടത്തുന്നത്. നിങ്ങളെപ്പോലെ വിദുഷിയായ സ്ത്രീ ഇങ്ങനെ ധൈര്യം കൈവിടുന്നത് ശോഭനീയമല്ല. ഞാൻ ശോകം കൊണ്ട് തളർന്നു പോയിരുന്നു. ഞാൻ ചോദിച്ചു, സഖാവേ, എൻ്റെ പുത്രൻ അഭിമന്യു എവിടെ? അവൻ എന്തു പാപം ചെയ്തു? കാലം അവനെ അപഹരിച്ചത് എന്തിന്? അവൻ്റെ മരണം മൂലം ഭൂമിയിലെ ഏത് പാപമാണ് കഴുകിക്കളഞ്ഞത്? കൃഷ്ണൻ നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു, സഖി, ഇതാണ് യുദ്ധത്തിൻ്റെ ദാരുണാഫലം. ഭൂമിക്ക് നന്മയ്ക്ക് വേണ്ടി ദുഷ്ടസംഹാരത്തിൻ്റെ പാതിയിൽ സന്യാസിമാരെ പോലും ത്യജിക്കേണ്ടി വരും. ലോക നന്മയ്ക്ക് വേണ്ടി വ്യക്തിഗതമായ സ്വാർത്ഥം ബലികഴിക്കേണ്ടി വരും. ലോക നന്മയ്ക്ക് വേണ്ടി അഭിമന്യു പ്രാണൻ ബലിയർപ്പിച്ചു. വീര്യമർത്യ വരിച്ച് സർവ്വലോകം നേടിയെടുക്കുകയും ചെയ്തു. ലോക ചരിത്രത്തിൽ അഭിമന്യുവിൻ്റെ നാമം എന്നും കീർത്തിയുളവാക്കും. ഞാൻ കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ വിലപിച്ചു. ചരിത്രത്തിൻ്റെ താളുകളിൽ മകൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അമ്മയുടെ ദുഃഖം ശമിക്കുകയില്ല. വീരമൃത്യു വരിച്ച് അമരനാകുന്നതിനു വേണ്ടി ഒരമ്മയും മകൻ്റെ മരണം കാക്ഷിക്കുകയുമില്ല. അങ്ങ് പുരുഷനാണ്. അമ്മയുടെ മനസ്സ് അങ്ങേക്കറിയില്ല. കൃഷ്ണൻ വിഷാദം കലർന്ന ചിരിയോടെ പറഞ്ഞു, യജ്ഞസേനി, ഞാൻ അഭിമന്യുവിൻ്റെ അമ്മാവനാണ്. നിങ്ങൾ വനത്തിലായിരുന്നപ്പോൾ ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവനെ വളർത്തിയതും വിദ്യ അഭ്യസിപ്പിച്ചതും യുദ്ധപരിശീലനത്തിൻ്റെ മുഴുവൻ ചുമതല ഏറ്റെടുത്തതും എൻ്റെ ചങ്ങാതിയുടെ യോഗ്യനായ അനന്തരാവകാശിയാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ അവൻ്റെ അമ്മാവൻ മാത്രമല്ല, പിതാവും മാതാവും ഗുരുവും സഖാവും എല്ലാമായിരുന്നു. അവൻ്റെ മരണത്തിൽ എനിക്ക് അതീവ ദുഃഖം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ കാലഗതി അറിയുന്നതിൽ എനിക്ക് മരണത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. നിങ്ങൾ ധൈര്യമായിരിക്കും. നിങ്ങളിങ്ങനെ വിഷമിച്ചാൽ അർജുനെ ആരാശ്വസിപ്പിക്കും? ഞാൻ മൂർച്ചയേറിയ സ്വരത്തിൽ ചോദിച്ചു, സഖി, തൃതീയ പാണ്ഡവൻ അങ്ങയോട് പ്രാണനേക്കാൾ പ്രിയങ്കരനായതുകൊണ്ടാണോ അങ്ങനെ ഇങ്ങനെയൊരു ദുഃഖം കൊടുത്തത്? ഇതാണോ അങ്ങയുടെ നയം? കൃഷ്ണന്റെ സ്വരം ശാന്തമായിരുന്നു.
യുദ്ധം തുടങ്ങിയപ്പോൾ വീരനായ അർജുനൻ മോഹാഗ്രസ്തനായ ആയുധം ഉപേക്ഷിച്ച തേർത്തട്ടിൽ ബന്ധുക്കളും സഹോദരന്മാർക്കും ഗുരുവിനും പിതാമഹനുമെതിരെ ആയുധമെടുക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ മോഹവും ചാഠ്യവും അകറ്റുവാൻ വേണ്ടി ആത്മാവിൻ്റെ അമരത്വം, ജനന മരണങ്ങൾ, പാപപുണ്യങ്ങൾ, ആത്മാവ്, പരാത്മാവ് തുടങ്ങിയ അനേകം തത്വങ്ങൾ യുദ്ധഭൂമിയിൽ വെച്ച് തന്നെ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് അർജുനൻ ക്രമേണ ഈ ദുഃഖം സഹിക്കും. അദ്ദേഹത്തെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട. യുദ്ധഭൂമിയിൽ വെച്ചുണ്ടായ ആ വിശിഷ്ട സംഭവം അർജുനൻ വിവരിച്ച് കേൾപ്പിച്ചിരുന്നു. കൃഷ്ണൻ ചങ്ങാതിയുടെ ജാഠ്യം അകറ്റുവാൻ വേണ്ടി തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തു. കൃഷ്ണന്റെ അസംഖ്യം മുഖങ്ങളും അസംഖ്യം ദീപ്ത നേത്രങ്ങളും അസംഖ്യം കരചരണങ്ങളും അസംഖ്യം തീക്ഷ്ണദന്തങ്ങളും അർജുനൻ കണ്ടു. ഭഗവാന്റെ ശരീരം വിശാലമായ ആകാശം മുട്ടെ വ്യാപിച്ചു നിന്നു. പ്രകാശോജ്വലമായ ഹിരണമയ ശരീരം തേജോദീപ്തമായി കാണപ്പെട്ടു. പ്രയാഗ്നി പോലെ കാരാളമായ വായിൽ ആകാശവും ആകാശത്ത് കത്തുന്ന സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കാണപ്പെട്ടു. ആ വായിൽ അർജുനന് സർവ്വതും കാണുവാൻ കഴിഞ്ഞു. വിശ്വരൂപ പ്രദർശനത്താൽ അർജുനന് തലചുറ്റുന്നതായി തോന്നി. ഹേ വാസുദേവ, അങ്ങയുടെ ഈ രൂപം മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കൃഷ്ണൻ തന്നെയാണോ മഹാകാലം? അദ്ദേഹമാണ് സൃഷ്ടികർത്താവ്, സംഹാരകർത്താവും അദ്ദേഹം തന്നെ. കൃഷ്ണൻ ഭഗവാനാണ്. കുന്തിദേവി അദ്ദേഹത്തെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പച്ചിയായിട്ടും അദ്ദേഹത്തെ വന്ദിക്കുന്നത്. ആത്മാവ് അമരനാണെങ്കിൽ ശരീരം മരിക്കുമ്പോൾ ആത്മാവ് പരമാത്മയിൽ ലയിക്കുമെങ്കിൽ മരണത്തെക്കുറിച്ച് ദുഃഖിക്കുന്നതെന്തിന്? ഞാനും ഒരു നിമിഷം ശോകം മറന്ന് കൃഷ്ണന്റെ മുൻപിൽ തലകുനിച്ചു നിന്നു. മായയുടെ ശബ്ദം കേട്ടു. ഉത്തരയ്ക്ക് കൂടെ കൂടെ ബോധക്ഷയം ഉണ്ടാകുന്നു. അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം കൃഷ്ണന് പ്രണാമം അർപ്പിക്കുവാനുള്ള സമയമല്ല ഇത് ശോകപരിവിശയായി. ദുര്യോധനന്റെ ഊരുഭാഗം സംഭവിച്ചു കഴിഞ്ഞു. മുറിവേറ്റ അയാൾ മരണത്തിന്റെ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടേ കിടന്നു. യുദ്ധം അവസാനിച്ചു. അച്ഛൻ്റെ മരണശേഷം പാഞ്ചാല ദേശവാസികൾ തീർത്തും ദുഃഖിതരായി. ഞാൻ ആ ദിവസം പാഞ്ചാല ദേശത്ത് പോയിരുന്നു. അവർ അനാഥരല്ലെന്ന് പറയുവാൻ വേണ്ടി. എൻ്റെ വീരനായ സഹോദരൻ ദ്രോണനെ വധിച്ച ദൃഷ്ടദ്യുമ്നൻ ശത്രുക്കളെ തോൽപ്പിച്ച് ജീവിച്ചിരിപ്പുണ്ട്. ഹസ്തിനാപുരിയിൽ സമാധാനം സ്ഥാപിക്കവച്ചാലുടൻ അദ്ദേഹം അവിടെ മടങ്ങിയെത്തും. പ്രജാപാലനം നിർവഹിക്കും. ദൃഷ്ടദ്യുമ്നന്റെ ക്ഷേമവാർത്ത കേട്ട് ജ്യേഷ്ഠരെത്തിക്കും. അതിയായ സന്തോഷമുണ്ടായി. അവർ കാതരായ ഭർത്താവിനെ കാത്തിരിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും എല്ലാ ദുഃഖവും മറന്നു വരുവാനിരിക്കുന്ന സുഖങ്ങൾ സ്വപ്നം കണ്ടു കിടന്നിരുന്നു. അഭിമന്യു, ഘടോൽക്കചൻ മുതലായ സപത്നിമാരുടെ പുത്രന്മാരെല്ലാം മരിച്ചു. ഈശ്വരകൃപയാൽ എൻ്റെ 5 പുത്രന്മാരും സുഖികമായിരിക്കുന്നു. അവരെ കണ്ടുകൊണ്ട് മറ്റു പുത്രന്മാർ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം മറയ്ക്കുവാൻ ശ്രമിക്കാം. എൻ്റെ മക്കൾക്ക് ശൈശവം മുതൽ മാതൃസ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. ഇനി നിറയെ വാത്സല്യം പ്രദാനം ചെയ്യാം. ഇനി ഇതല്ലാതെ ഈ ജീവിതത്തിൽ മറ്റെന്ത് സുഖം കാക്ഷിക്കാനുണ്ട്? രാജ്യത്തിനു വേണ്ടി യുദ്ധവും രക്തച്ചൊരിച്ചിലും മരണവും വിലാപവും കണ്ട് രാജകീയ സുഖത്തോടും സമ്പത്തിയോടുമെല്ലാം മോഹം നിശ്ചയിച്ചു. മഹാറാണിയാകുന്നതിൽ ഒരാനന്ദവും ഇല്ലാതെയായി. പുത്രന്മാർ വലുതായി. അവരെ രാജ്യഭാരം ഏൽപ്പിച്ച് രാജമാതാവായി കഴിഞ്ഞുകൂടാ. 5 ഭർത്താക്കന്മാരുടെ ഭാര്യയായി ജീവിതകാലം മുഴുവൻ ആപത്തിൽ കുടുങ്ങിക്കഴിഞ്ഞു. ഇനി കുറേ കാലം 5 പുത്രന്മാരുടെ അമ്മയായി സമാധാനത്തോടെ കഴിയും. രാത്രി മുഴുവൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ മുഖം, അവരുടെ വിവാഹ ദൃശ്യങ്ങൾ, രാജാഭിഷേകം, അവരുടെ മക്കളെ കളിപ്പിക്കുന്നത്, താലോലിക്കുന്നത്, പുഷ്പഹാരമേന്തി സ്വർഗത്തിലെ അപ്സരസുകൾ അവരെ അണിയിക്കുവാൻ ഇറങ്ങി വരും. എൻ്റെ പുത്രഭാര്യമാർ അപ്സരസുകളെ പോലെ കാണപ്പെടും. സ്വപ്നം മുറിഞ്ഞു, ഹൃദയം വിടഞ്ഞു. ഞാൻ എന്തൊക്കെയാണ് കണ്ടത്? എന്തായിരിക്കും ഇതിൻ്റെ ഫലം ആരോട് ചോദിക്കും? നേരം പുലരാൻ ഇനിയും സമയമുണ്ട്. അപ്പോഴേക്കും നടുക്കുന്ന വാർത്ത വന്നു. ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് രാത്രിയിൽ ആക്രമണം നടത്തി ദൃഷ്ടദ്യുമ്നനെയും എൻ്റെ 5 മക്കളെയും ഉറക്കത്തിൽ വധിച്ചു കളഞ്ഞു. ഞാനും ജ്യേഷ്ഠത്തെയും മോഹാലസ്യപ്പെട്ടു വീണു. ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആരുണ്ട്? വിജയമുഹൂർത്തത്തിൽ ഇങ്ങനെ ഒരു പരാജയം, ഗിരിയുടെ ക്രൂരമായ അട്ടഹാസം, ഈ ശോകം എങ്ങനെ സഹിക്കും? അഭിമന്യു, ഘടോൽക്കചൻ മുതലായവരുടെ മരണം മൂലം ഞാൻ നേരത്തെ തന്നെ കാതരായിരുന്നു. ഈ ദാരുണവൃത്താന്തം എൻ്റെ പ്രാണൻ അപഹരിക്കുന്ന വിധത്തിലായി. പുത്രശോകത്തേക്കാൾ വലിയ ശോകമുണ്ടോ? മരണം മാത്രമാണ് ഈ ശോകത്തിൻ്റെ ഏക ഔഷധം. എൻ്റെ പുത്രന്മാരായ പ്രാതിവിന്യനും ശ്രുതസോമനും ശ്രുതകർമാവും ശതാനീകനും ശ്രുതസാനനും രക്തക്കടലിൽ തലയർക്കപ്പെട്ട നിലയിൽ വീണുകിടം. അവരുടെ ചുണ്ടുകളിൽ നിന്ന് പുഞ്ചിരി മാഞ്ഞിട്ടില്ല. രാത്രിയിൽ കണ്ട ഏതോ മധുരസ്വപ്നം കൺപോളകളിൽ നിന്ന് തുടിച്ചു മാറ്റപ്പെട്ടിട്ടില്ല. പുത്രന്മാരുടെ മൃതദേഹങ്ങൾ വീണ്ടും വീണ്ടും മടിയിലെടുത്ത് ഞാൻ വിലപിച്ചുകൊണ്ടിരുന്നു. ഒരുമിച്ച് 5 പുത്രന്മാരെ നഷ്ടപ്പെടുന്ന അമ്മയുടെ ഹൃദയം എങ്ങനെ ആശ്വാസം കണ്ടെത്തും? എൻ്റെ 5 ഭർത്താക്കന്മാരും ശോകപരവശരാണ്. വിധിതാവ് എല്ലാവരെയും പുത്രഹീനരാക്കി കളഞ്ഞു. എല്ലാവരും തലകുനിച്ചിരുന്ന് കണ്ണുനീർ വാർക്കുകയായിരുന്നു. അവരുടെ കണ്ണുനീർ പുത്രന്മാരുടെ രക്തവുമായി കൂടിക്കലർന്നു. ഗോവിന്ദൻ മാത്രം എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അല്പസമയം കഴിഞ്ഞ് ഞാൻ എന്നെ തന്നെ മറന്നു. രാക്ഷസിയെപ്പോലെ ഭയങ്കരമായ അലറി. പാപിയായ അശ്വത്ഥാമാവിനെ സംഹരിച്ച് പ്രതികാരം ചെയ്തില്ല എങ്കിൽ എനിക്ക് സമാധാനമായി മരിക്കുവാൻ പോലും കഴിയുകയില്ല. അതുവരെ അന്നവനും ജലവും ഉപേക്ഷിക്കുമെന്ന എൻ്റെ ദൃഢപ്രതിജ്ഞ കേട്ട് ഭീമസേനൻ ചാടി എഴുന്നേറ്റു. എൻ്റെ 5 പുത്രന്മാരുടെയും മരണവാർത്ത കേട്ട ശേഷം ദുര്യോധനൻ പ്രാണം വെടിഞ്ഞെന്നറിയാനിടയായി. ഭീമൻ അശ്വത്ഥാമാവിനെ പിടഞ്ഞുകൊണ്ടുവരുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. ഒരിക്കൽ കൂടി ആ ഭീമരൂപം കണ്ട് ഞാൻ വിറച്ചു. യുധിഷ്ഠിരനും അർജുനനും കൃഷ്ണനും അശ്വത്ഥാമാവിനെ അന്വേഷിച്ചിറങ്ങി. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ മൃദുല ഭാവങ്ങൾ തിരയിടിച്ചു. ദ്രോണഭഗ്നിയായ ഹരിത ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏക ആശ്രയം അശ്വത്ഥാമാവാണ്. ദ്രോണൻ പരലോകപ്രാപ്തനായി. അശ്വത്ഥാമാവ് മരിച്ചു കഴിഞ്ഞാൽ ഹരിതയും പുത്രശോകത്തിനിരയാകും. അശ്വത്ഥാമാവ് പാപിയാണ്, എന്നാൽ ഹരിത എനിക്ക് മാതൃതുല്യവളാണ്. പുത്രശോകം അനുഭവിച്ചിട്ടില്ലാത്തവൾ പ്രതികാരചിന്തയിൽ മറ്റുള്ളവരുടെ പുത്രനെ കൊന്നേക്കും.
എനിക്കതങ്ങനെ ചെയ്യുവാൻ കഴിയും? ഭഗവാനെ, ശത്രുവിന് പോലും പുത്രശോകം നൽകരുതേ എന്നൊരു നിമിഷം മുൻപ് ഞാൻ കരഞ്ഞുപോയി. എന്നിട്ടിപ്പോൾ അശ്വത്ഥാമാവിനെ കൊന്നിട്ട് ഹരിതയെ പുത്രശോകത്തിൽ മുക്കുന്നത് എങ്ങനെ? അശ്വത്ഥാമാവിനെ വധിച്ചാൽ എൻ്റെ മരിച്ചുപോയ മക്കൾ തിരിച്ചു വരുമോ? പാപിയായ അശ്വത്ഥാമാവ് ജീവിച്ചിരിക്കട്ടെ, എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് ദീർഘായുസോടെ ഇരിക്കട്ടെ. ഹസ്തിനാപുരിയിൽ കുറഞ്ഞപക്ഷം ഹരിത എന്നെ ഒരമ്മയെങ്കിലും പുത്രശോകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കട്ടെ. ഞാൻ കൃഷ്ണനെ വിളിച്ചു പറഞ്ഞു, ആ പാപിക്ക് മാപ്പ് കൊടുക്കൂ. അശ്വത്ഥാമാവിനെ പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ലെന്ന് ഭീമനോട് പറയൂ. സ്വന്തം കർമ്മഫലം ആ ഭാമി സ്വയം അനുഭവിക്കട്ടെ. ദൈവമെല്ലാം കാണുന്നുണ്ടല്ലോ, അയാളെ ശിക്ഷിക്കുവാൻ ഞാനാര്? കൃഷ്ണൻ മൃദുമന്ദഹാസത്തോടെ പറഞ്ഞു, പാഞ്ചാലി, ക്ഷമയുടെയും കരുണയുടെയും പ്രതിരൂപമായ നിങ്ങൾക്ക് 100 നമസ്കാരം. അപ്പോൾ ഭീമന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. പാഞ്ചാലി, ദുഷ്ടനായ അശ്വത്ഥാമാവ് ഇതാ നിൽക്കുന്നു. ഹൃദയം പിളർന്ന് രക്തം കുടിച്ചുകൂടും. പുത്രശോകത്തിന്റെ ജ്വാല കെടുത്തു. ബന്ധസ്ഥനായ അയാളെ നോക്കുവാൻ പോലും ഞാൻ ഒരുങ്ങിയില്ല. മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പാവിയെ കാണുവാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അയാളെ സ്പർശിച്ചാൽ ആത്മാവ് കളങ്കപ്പെടും. ദയവായി ഇയാളെ എൻ്റെ മുൻപിൽ നിന്ന് കടന്നു കൊണ്ടുപോകും. ഇയാളെ രാജ്യ അതിർത്തിക്ക് പുറത്താക്കൂ. ഈ രാജ്യം ഇയാൾക്കൊരു സ്ഥാനവുമില്ല. നാവിൽ നിന്ന് തീ പാറുന്നുണ്ടായിരുന്നു, എങ്കിലും കണ്ണുകൾ കണ്ണുനീർ വർഷിക്കുന്നായിരുന്നു. എനിക്കൊന്നും സഹിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ബോധം ക്ഷയിച്ച് താഴെ വീണു. പാപിയായ അശ്വത്ഥാമാവ് ക്ഷമിക്കുകയും അതിനുപോലും യോഗ്യനില്ല. അയാൾ ഭയന്ന് കാട്ടിലേക്ക് ഓടിപ്പോയി. ഒടുവിൽ ഉത്തരയുടെ ഗർഭത്തിലുള്ള പാണ്ഡവന്മാരുടെ വംശം നിലനിർത്തുവാൻ അവശേഷിച്ച അഭിമന്യുവിൻ്റെ ഭാവി സന്താനത്തെ നശിപ്പിച്ചു കളയുവാൻ അയാൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആപദ്ബന്ധുവായ കൃഷ്ണൻ സുദർശന ചക്രമയച്ച് ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിച്ചു. ശ്മശാന ഭൂമിയിലെ പച്ചൽക്കൊടി പോലെ മഹാനാശത്തിൽ പാണ്ഡവന്മാരുടെ അന്ത്യപ്രതീക്ഷ കൃഷ്ണന്റെ കരുണാജലത്തിൽ പുഷ്പമായ ഉത്തരയുടെ ഗർഭത്തിൽ വികസിച്ചു വന്നു. ജീവിതത്തെക്കാൾ ഉദാരമാണ് മരണം. ജീവിതത്തെക്കാൾ പ്രശാന്തമാണ് മരണം. ഇന്നലത്തെ ശത്രുവിൻ്റെ മരണം ഇന്ന് മനസ്സിനെ കരുണാർദ്രമാക്കുന്നു. ഇന്നലെ വരെ ദുഷ്ടരും കാമാസക്തരും ദുരാചരികമായിരുന്ന മരണം ഇന്ന് ശാന്തവും സ്ഥിരവും നിർവികാരവുമായി തീർന്നു. യുദ്ധഭൂമിയിൽ ശത്രുക്കളെ പറഞ്ഞ് വധിച്ചവരുടെ ശവസംസ്കാരം സഹോദരന്മാരുടെ നിലയിൽ നടത്തി ഗംഗാസ്നാനം ചെയ്യുകയും തിലോകം അർപ്പിക്കുകയും വേണം. പ്രേതകർമ്മങ്ങൾ ചെയ്ത് അവരുടെ ആത്മാക്കൾക്ക് സദ്ഗതി ലഭിക്കുവാനുള്ള കാര്യങ്ങൾ നിർവഹിക്കണം. യുദ്ധഭൂമിയിൽ 2 വിച്ഛിന്ന കുടുംബങ്ങളുടെയും കണ്ടുമുട്ടലിൻ്റെ കാരുണ്യ ദൃശ്യം. ആ ശോകസാഗരം എങ്ങനെ വർണ്ണിക്കുവാൻ കഴിയും? 100 പുത്രന്മാരും അവരുടെ അനേകം പുത്രിമാരും സഹോദരന്മാരും എല്ലാം നഷ്ടപ്പെട്ട് ധൃതരാഷ്ട്രൻ, ഗാന്ധാരിയും കൗരവഭഗ്നിമാരും ശവങ്ങളുടെ കൂട്ടത്തിൽ സ്വജനങ്ങളെ തിരയുകയായിരുന്നു. അവരോടൊപ്പം കുന്തിദേവിയുമുണ്ട്. ഞാനും പഞ്ചപാണ്ഡവന്മാരും കൃഷ്ണനും സ്വജനങ്ങളെ തിരഞ്ഞുകൊണ്ടിരുന്നു. ഗാന്ധാരിയും കുന്തിയും പരസ്പരം ആലിംഗനം ചെയ്തു. കൗരവ സ്ത്രീകളെല്ലാം ശോകവിഹുലരായി. പുത്രദുഃഖം, ഭർത്തൃദുഃഖവും സഹോദരദുഃഖവും ബന്ധുദുഃഖവും വിലപിക്കുന്നു. ഹസ്തിനാപുരിയിലെ എല്ലാ സ്ത്രീകളും ദുഃഖാർത്തരും വിഹുലരുമായിരുന്നു. വൈധവദിക്കും വംശനാശ ഭീതിയും കാരണം എല്ലാവരും മൃദുതുല്യരായി തീർന്നു. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ദുഃഖം അവരുടേതിനേക്കാൾ അല്പം കുറവാണ്. എൻ്റെ 5 ഭർത്താക്കന്മാരും ജീവിച്ചിരിപ്പുണ്ട്. അവർ വിജയികളായി. വിജയഘോഷം ശ്മശാനത്തിലെ ചിതയിലെ അഗ്നിജ്വാലകൾക്ക് സമീപമാണെന്ന് മാത്രം. കുന്തിദേവിയെ കണ്ടയുടൻ ഞാൻ മിങ്ങിപ്പൊട്ടി. അമ്മയുടെ മാറിൽ തലചായ്ച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മയെ, എൻ്റെ മക്കൾ, എൻ്റെ അഭിമന്യു അവർ പോയി. എനിക്ക് രാജ്യം എന്തിന്? മക്കളില്ലാത്തവർക്ക് രാജ്യം കൊണ്ട് എന്താണ് പ്രയോജനം? സമ്പത്ത് കൊണ്ടെന്ത് പ്രയോജനം? അമ്മ എൻ്റെ തലയിൽ തലോടി. മകളെ, നിൻ്റെ ദുഃഖം തന്നെയാണ് എനിക്കുമുള്ളത്. ഉപേക്ഷിക്കപ്പെട്ട അഭിമന്യായ എൻ്റെ പുത്രൻ കർണനെ ഞാൻ അന്വേഷിക്കുകയാണ്. എൻ്റെ പാപം കാരണം മരണം വരെ അവൻ അപമാനം സഹിക്കേണ്ടി വന്നു. യുദ്ധത്തിൽ അവൻ വീരമൃത്യു വരിച്ചു. എങ്കിലും ഭീഷ്മരും ശല്യരും ജയദ്രഥനും യുദ്ധരംഗത്ത് പോലും കൂടെ അവനെ സൂതപുത്രനെന്ന് വിളിച്ച് ആക്ഷേപിച്ചു. നിരായുധനായ എൻ്റെ മകൻ കർണൻ അർജുനൻ്റെ കൈകൊണ്ട് തന്നെ വധിക്കപ്പെട്ടു. അമ്മയുടെ വാക്ക് കേട്ടപ്പോൾ കർണനായിരുന്ന അവരുടെ ഏകപുത്രനെന്നും അർജുനൻ എതിർപക്ഷക്കാരനാണെന്നും തോന്നി. 100 പുത്രന്മാർ ജീവിച്ചിരുന്നാലും മരിച്ചുപോയ ഒരു പുത്രന് വേണ്ടി അമ്മയുടെ മനസ്സ് കീഴും. എല്ലാവരും സ്തബ്ധരും ശോകപരവശരുമായി കുരുക്ഷേത്രത്തിലെ യുദ്ധഭൂമി നിരീക്ഷിക്കുകയായിരുന്നു. അത്ര ഭയങ്കരവും ഹൃദയഭേദകവുമായിരുന്നു ആ കാഴ്ച. ലക്ഷക്കണക്കിന് മൃതദേഹങ്ങൾ, മുറിഞ്ഞ അംഗങ്ങൾ, വേർപെട്ടുപോയ തുണ്ടങ്ങൾ, രക്തത്തിൽ മുങ്ങിയ ശിരസുകൾ, തലയോടുകൾ, തലയേറ്റ ഉടലുകൾ, ഉടൽ വേർപെട്ട തലകൾ, പിളർന്ന മാറിടം, മാംസ കഷ്ണങ്ങൾ, എല്ലുകൾ, പുറത്തു ചാടിയ കുടലുകൾ പടക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിക്കിടക്കുന്നു. ആനയുടെയും കുതിരയുടെയും മനുഷ്യൻ്റെയും എല്ലാം രക്തം കടം പോലെ ഏകാഗ്രമായി കിടക്കുന്നു. കുറുനരികളും കഴുകന്മാരും കാകങ്ങളും മാംസം കുത്തിപ്പറിച്ചും രക്തം കുടിച്ചും യഥേഷ്ടം വിഹരിക്കുന്നു. ഹസ്തിനാപുരം നരകമായി തീർന്നു. ഐശ്വര്യം കെട്ട വിധവകളായ സ്ത്രീകൾ ആ നരകത്തിൽ ഭർത്താവിനെയും പിതാവിനെയും പുത്രനെയും സഹോദരനെയും തിരയുന്നു. അവരുടെ ശവം കണ്ടെത്തി മാറോടണച്ച് വിലപിക്കുന്നു. യുദ്ധഭൂമിയുടെ നടുവിൽ മരണത്തിൻ്റെയും ഭീമത്സത്തിൻ്റെയും അവഗണിച്ചുകൊണ്ട് ദ്വിതീയ സൂര്യനെ പോലെ തേജസ്വിയായ കർണൻ കിടക്കുന്നു. സൂര്യപുത്രനാകിയാൽ മരണം സംഭവിച്ചില്ലെങ്കിലും ദേഹം മലിനമായില്ല. പുതുഗന്ധം പുറപ്പെട്ടിട്ടില്ല. അമ്മയുടെ കണ്ണുനീർ മൃതദേഹത്തിൽ നിന്നും പാദങ്ങളിൽ ഇറ്റുവീണു. സ്ത്രീ ഹൃദയത്തിലെ എല്ലാ മറകളും ലജ്ജയും സങ്കോചവും ലോക അപവാദങ്ങളെക്കുറിച്ചുള്ള ഭയമെല്ലാം മരണം ഒഴുകിക്കൊണ്ടുപോയി. കർണൻ തനിക്ക് വിവാഹത്തിന് മുൻപ് ജനിച്ച പുത്രനാണെന്ന കാര്യം കൂടി പുത്രശോകത്തിൽ അസ്വസ്ഥയായ അമ്മ മറന്നുപോയി. കർണൻ്റെ മൃതദേഹം അടിയിൽ എടുത്തു വെച്ച് എല്ലാവരും കാണുക വിലപിച്ചു തുടങ്ങി. ആകാശത്തെയും വായുവിനെയും ഭേദിച്ചുകൊണ്ട് ആ വിലാപം ഉയർന്നു പൊങ്ങി. സൂര്യദേവൻ മ്ലാനതയോടെ അസ്തമിച്ചു. യുധിഷ്ഠിരൻ സ്തബ്ധനായി നോക്കി നിൽക്കുകയായിരുന്നു. അമ്മയുടെ 2 പാദങ്ങളും കർണൻ്റെ പാദങ്ങളുമായി നല്ല സാമ്യം. രാജസദസ്സിൽ ദ്രൗപദി അപമാനിച്ച സമയത്ത് കർണൻ്റെ പാദങ്ങൾ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ യുധിഷ്ഠിരൻ ആശ്ചര്യം തോന്നിയിരുന്നു. ഇന്ന് 2 പേരുടെയും കാലുകൾ അടുത്തടുത്ത് കണ്ടു. ഒരേപോലെ ഇരിക്കുന്നു.
മരിച്ച കർണന് വേണ്ടി കുന്തിദേവിയുടെ ഈ വിലാപത്തിൻ്റെ അർത്ഥം എന്താണ്? യുധിഷ്ഠിരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാവരും സ്തബ്ധ, ആശയഭരിത്. കുന്തിദേവി ക്രോധം നിയന്ത്രിച്ചുകൊണ്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, മകനെ, കുന്തിയുടെ മൂത്ത പുത്രൻ്റെ നിലയ്ക്ക് നീ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചു. പാണ്ഡവ കുടുംബത്തിലെ മുഖ്യനെന്ന നിലയ്ക്ക് നിനക്ക് അനേകം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി. നീ ഇതെല്ലാം വേണ്ട പോലെ നിർവഹിച്ചു. എന്നാൽ വാസ്തവത്തിൽ കുന്തിയുടെ മൂത്ത മകൻ നീയല്ല. ജീവിതത്തിൽ ഒരിക്കലും കുന്തിപുത്രൻ എന്ന അഭിമാനം അവകാശപ്പെടുവാൻ കഴിയാതെ പോയ ഇവനാണ് എൻ്റെ മൂത്ത മകൻ, സൂര്യപുത്രനായ മഹാവീരൻ വൈകർത്തനൻ കർണൻ. എൻ്റെ കൗമാരാവസ്ഥയിൽ മഹർഷിയുടെ ആശീർവാദ ഫലമായി ലഭിച്ച പുത്രൻ, ഈ ഭൂമിയിൽ ശബ്ദമായി ജീവിക്കാൻ നയിക്കേണ്ടി വന്നവർ, ഒടുവിൽ സ്വന്തം സഹോദരങ്ങളുടെ കൈകളാൽ പ്രാണൻ പിടിയേണ്ടി വന്നു. മശാനഭൂമിയായി മാറിയ യുദ്ധഭൂമി ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും സമ്പന്നങ്ങൾക്കും ദരിദ്രർക്കും ഉയർന്നവർക്കും താണവർക്കുമെല്ലാം ഉപരിയായി സ്ഥിതി ചെയ്യുന്നു. അതെല്ലാവരെയും ഒരേ തലത്തിൽ എത്തിച്ചേരുന്നു. ഈ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് കുന്തിദേവി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം മക്കളോട് തുറന്നു പറഞ്ഞു. അഗസ്താഗാമിയായ സൂര്യനെ പോലെ കിടക്കുന്ന സൗമ്യനും വീരനുമായ കർണനെ നോക്കി കണ്ണുനീർ വാർത്തുകൊണ്ട് അർജുനൻ സ്വയം പഠിക്കുകയായിരുന്നു. സങ്കോചമെല്ലാം മറന്ന് ഞാനും അഭിമാനിയായ കർണൻ്റെ ആത്മാവിന് മുമ്പിൽ അസ്ത്രപൂജ നടത്തി. അസംഖ്യം ചിതകൾ കത്തിയെരിഞ്ഞു. അവരോടൊപ്പം കർണൻ്റെ നശ്വദേഹവും കത്തിക്കരിഞ്ഞു. ഗർവവും അഹങ്കാരവും ദൈവിക ശക്തിയെ മറികടന്ന് വിജയം നേടാമെന്ന വിചാരവും എല്ലാം തരിപ്പണമായി. അദ്ദേഹത്തിൻ്റെ പൗരുഷം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ സമയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ പരിചാരിക ചിന്താസ്മിത ചിതയിൽ എടുത്തു ചാടി. മരണത്തിലും അവൾ കർണനോടൊപ്പം ചേർന്നു. അഹങ്കാരത്തെ മറികടക്കുവാൻ ജീവിതത്തിന് സാധ്യമല്ല, എന്നാൽ മരണം അഹങ്കാരത്തെ മറികടക്കും. കർണൻ്റെ മുഖം അഹങ്കാരശൂന്യമായി ചിതയിലെ ജ്വാലയിൽ പ്രഭാതസൂര്യനെ പോലെ ഉജ്ജ്വലവും നിർമ്മലവും കോമളവുമായി കാണപ്പെട്ടു. ചിന്താഗ്നിയിൽ ദേവദർശനം നടത്തുകയാണെന്ന് എനിക്ക് തോന്നി. കുന്തിദേവിയും പാണ്ഡവന്മാരും കണ്ണുനീരൊഴുപ്പിക്കുകയും പൗരുഷത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും നടുവിലാണെന്ന് മനസ്സിലാക്കി. ദൈവിക ശക്തിയുടെയും പൗരുഷത്തിൻ്റെയും ബന്ധനത്തിൻ്റെ നടുവിലാണ് മനുഷ്യൻ. ഇത് രണ്ടുമില്ലെങ്കിൽ മനുഷ്യൻ കർണനെ പോലെ എല്ലാം ഉണ്ടായിട്ടും എല്ലാ കാര്യത്തിലും പരാജയപ്പെടും. കർണന് പൗരുഷം വേണ്ടുവോളം ഉണ്ടായിരുന്നു, എന്നാൽ പൗരുഷോടൊപ്പം പ്രാർത്ഥനയില്ലായിരുന്നതിനാൽ അഹങ്കാരം അയാളെ വിഴുങ്ങി. മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അവനിൽ അഹങ്കാരം ഉണ്ടായിരിക്കും. മരണം മാത്രമാണ് അഹങ്കാരം ഇല്ലാതാക്കുവാനുള്ള ഉപായമെന്നല്ല ഇതിനർത്ഥം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അഹങ്കാരം ഇല്ലാതാക്കുവാനുള്ള ഉപായമാണ് സ്വയം സമർപ്പണം. പ്രയത്നവും പ്രാർത്ഥനയും കൂടി സമന്വയിപ്പിച്ച് ആത്മസമർപ്പണം നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. ഇല്ലെങ്കിൽ നശിച്ചു പോകും. അഹങ്കാരരഹിതമായ ജീവിതം അസാധ്യമാണ്. എന്നാൽ തുച്ഛമായ അഹങ്കാരം ഉപേക്ഷിച്ച് മഹത്തായ അഹങ്കാരത്തെ പോഷിപ്പിക്കുകയാണ് വേണ്ടത്. ഹേ പ്രഭു, ഞാൻ അങ്ങയുടേതാണ്, അതാണ് എൻ്റെ അഹങ്കാരം എന്ന് വേണം വിചാരിക്കുവാൻ. കർണൻ്റേത് തുച്ഛമായ അഹങ്കാരമായിരുന്നു, സ്വന്തം കഴിവിൻ്റെ അഹങ്കാരം. അർജുനനും അഹങ്കാരമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഹങ്കാരം മഹത്താണ്. തപശക്തി അഹങ്കാരം, ഇതായിരുന്നു അർജുനൻ്റെ ഭാവം. ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് വലിയവനായി എന്ന് കർണൻ പറഞ്ഞിരുന്നു. അങ്ങ് കാരണമാണ് ഞാൻ വലുതായത് എന്ന് അർജുനൻ പറഞ്ഞിരുന്നു. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള അന്തരം. ശൗര്യം, വീരത്വം, പുരുഷാർത്ഥം എന്നീ കാര്യങ്ങളിൽ രണ്ടുപേരും സമന്മാരാണ്. രണ്ടുപേരുടെയും ശരീരം ഭിന്നമായിരുന്നു, ശക്തി ഒന്നായിരുന്നു. അഹങ്കാരം കാരണം കർണന് നാശമുണ്ടായി. അഹങ്കാരം നശിപ്പിച്ച് അർജുനൻ വിജയഗിരിയായി ജീവിക്കുന്നു. അതിനാൽ കർണനെ ഓർത്ത് ദുഃഖിക്കരുത്. ആരും ആരെയും നശിപ്പിക്കുന്നില്ല. മനുഷ്യൻ കാലപ്രവാഹത്തിൽ സ്വയം നാശമാകും. പുത്രശോകത്താൽ വ്യാകുലയായ ഗാന്ധാരി കൃഷ്ണന്റെ തത്വചനം കേട്ട് കുപിതയായി. ഹേ കൃഷ്ണ, അങ്ങ് വലിയ തത്വജ്ഞാനിയാണ്, അലൗകിക ശക്തിയുള്ളവനാണ്, പുരുവംശത്തിൻ്റെ ഉറ്റമിത്രമാണ്. അങ്ങയ്ക്ക് അസാധ്യമായി എന്തുണ്ട്? അങ്ങ് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ കൗരവന്മാരെ ഈ നാശത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു. ശത്രുക്കളെ നശിപ്പിച്ച ശേഷം രാജ്യസുഖം അനുഭവിക്കുന്നതിൽ ഒരാനന്ദവുമില്ല. പരാജിതനായ ശത്രുവിൻ്റെ കൺമുൻപിൽ രാജ്യസുഖം അനുഭവിക്കുന്നതാണ് അന്തസ്. നോക്കൂ, യുധിഷ്ഠിരന് രാജ്യം ലഭിച്ചു, പക്ഷേ കൗരവർ ഉൾപ്പെടെയുള്ള സ്വജനങ്ങൾ നഷ്ടമായതിൽ അയാൾ തന്നെയാണ് ശപിക്കുന്നത്. എൻ്റെ പുത്രന്മാരുടെ നാശത്തിന് ഉത്തരവാദി അങ്ങ് തന്നെയാണ്. കൃഷ്ണൻ സ്വരം ശാന്തമായിരുന്നു. ദേവി ഭരതത്തിനുള്ള ആസക്തിക്കും അന്യൻ്റെ രാജ്യം അപഹരിച്ചതും മാതൃവർഗത്തെ ചൂതുകളിയിലുള്ള ആസക്ത കാരണം ധർമാത്മാവായ യുധിഷ്ഠിരൻ മഹാരാജാവിന് എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു. ഇതിലെനിക്ക് നിന്ന് ചെയ്യുവാൻ കഴിയുമായിരുന്നു. ഞാൻ അന്ത്യം വരെ സമാധാനം സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിൽ മുഴുകി. ജനനാശവും ധനനഷ്ടവും പുരോഗതിയുടെ തകർച്ചയും മനുഷ്യൻ്റെ അമംഗളവുമാണ് എന്നും യുദ്ധത്തിൻ്റെ ഫലം. ഇതിൽ കുറ്റക്കാരും നിർദോഷികളും സമാധാനപ്രിയരും യുദ്ധകാതരാരുമെല്ലാം ഒരുപോലെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും. എൻ്റെ ശാന്തി പ്രസ്താവം തിരസ്കരിച്ചത് മൂലമാണ് കൗരവന്മാർക്ക് നാശമുണ്ടായത്. പുത്രന്മാരുടെ ചിതയ്ക്കരികിൽ നിന്ന് ഗാന്ധാരി ക്ഷോഭത്തോടെ പറഞ്ഞു, ഹേ കൃഷ്ണ, അങ്ങ് എന്തെല്ലാം വിശദീകരണം തന്നാലും അങ്ങാണ് എല്ലാ കാരണങ്ങൾക്കും കാരണാഭൂതൻ. എന്നിൽ അല്പമെങ്കിലും പുണ്യബലമുണ്ടെങ്കിൽ ഞാനിതാ ശപിക്കുന്നു. ഇന്ന് ഭാരതവംശം നശിച്ചതുപോലെ അങ്ങയുടെ വംശവും നശിക്കും. ഞങ്ങളുടെ കുടുംബക്കാർ പരസ്പരം കലഹിച്ച് ഇന്നേക്ക് 36 വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായി നശിക്കും. കൗരവ സ്ത്രീകളെ പോലെ യാദവ സ്ത്രീകളും ഭർത്താവില്ലാത്തവരും പുത്രന്മാരില്ലാത്തവരും കുടുംബമില്ലാത്തവരുമായി വിലപിക്കും. ദ്വാരക രസാതലം പൂവും. തുടരും.